ഭക്തരായിട്ടുള്ള ചില മനുഷ്യരുടെ ശ്രദ്ധയ്ക്കാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ ഒരു കൊടിയ അഴിമതിയുടെ വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. 55 കോടി രൂപയുടെ ഭക്തി തട്ടിപ്പ്. ശ്രദ്ധിക്കുക, ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രത്യേകതരം ഒരു കാറ്റഗറി ആണല്ലോ. പണമുള്ള ഭക്തൻ, പണമില്ലാത്ത ഭക്തൻ, അങ്ങനെ പണമുള്ളവന് സ്പെഷ്യൽ അല്ലെങ്കിൽ ശീഘ്ര ദർശനം വരെ കൊടുക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശനം നടത്തുന്ന ക്ഷേത്രം തിരുപ്പതി വെങ്കടാചല ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ വലിയ സംഭാവന കൊടുക്കുന്നവർ അല്ലെങ്കിൽ VVIP-കളായിട്ടൊക്കെ ചെല്ലുന്നവർക്ക് ഒരു പ്രത്യേകതരം ഷോൾ കൊടുക്കും. ആ ഷോളിൻ്റെ പേരിലാണ് 2015 മുതൽ 2025 വരെ തുടർച്ചയായിട്ട് 10 വർഷം കൊടിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് തട്ടിപ്പെന്നല്ലേ? ഈ ഷോള് 355 രൂപ വില. ആലോചിക്കുക, 355 രൂപ വിലയുള്ള ഷോള് വലിയ സംഭാവനകൾ കൊടുക്കുന്നവർ, VVIP-കളായിട്ട് വരുന്നവർ, അവരെ സംബന്ധിക്കുന്നിടത്തോളം അയ്യോ, തിരുപ്പതിയിലെ ഒരു ഷോളൊക്കെ അണിയാൻ കിട്ടിയ എന്തൊരു ഭാഗ്യമാണ്. അതിനെ 1200 രൂപ വെച്ചാണ് വിറ്റുകൊണ്ടിരുന്നത്. 350 രൂപയുടെ ഷോളിന് 1200 രൂപ. ഒരു ഷോളിൻ്റെ പുറത്ത് എത്ര രൂപ ലാഭം എന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 700-800 രൂപ വെച്ചിട്ട് 10 വർഷം കേരളത്തിൽ ഭക്തിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയാൽ ഈ തട്ടിപ്പ് നടത്തിയവന്മാർക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംഭവിക്കണ്ടേ? ഒരു ചുക്ക് സംഭവിച്ചില്ല. ഒടുവിൽ ആ ഒരു ഷോളിനെ സംബന്ധിച്ചൊരു സംശയമുണ്ടായി, പരിശോധനയുണ്ടായി. പുറത്തേക്ക് അതിൻ്റെ യഥാർത്ഥ വിവരം വിട്ടപ്പോഴാണ് സിൽക്കും ചുക്കും ഒന്നുമല്ല, വെറും ഒരു ഷോള്. ആ ഷോൾ വാങ്ങി 355 രൂപ ഉണ്ടായിരുന്നു എന്ന് പോലും ദൈവത്തിനറിയാം. എന്തായാലും ഇത്രയും വലിയ തട്ടിപ്പ് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുക ആന്ധ്രാപ്രദേശിലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദൈനംദിന 60,000 മുതൽ 1,00,000 പേർ വരെ സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം. അത് ഏതെങ്കിലും ആഘോഷ ദിവസത്തിലാണെങ്കിൽ 6 ലക്ഷം വരെ പോകാമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രത്തിൽ CPM ഒന്നും അല്ലല്ലോ, ഭക്തി കച്ചവടക്കാർ അവിടെയും കയറി കൊള്ളയടിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഭക്തി മൂത്തോ? നിങ്ങളുടെ ആടാപടലം അടിച്ചുകൊണ്ട് പോകുന്നവന്മാരാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കകത്തുള്ളത് എന്നതിൻ്റെ തെളിവാണ് തിരുപ്പതിയിൽ നിന്നുകൂടി പുറത്തു വരുന്നത്.